ഡാമിലിപ്പം ഇതുപോലെ വെള്ളം കയറി നിറയാറായിട്ട് നിൽക്കുക കേട്ടോ. കണ്ടില്ല എന്തോരം വെള്ളം കയറി നോക്കി. മരത്തിൻ്റെ ഇടയ്ക്ക് ആറേ കേട്ടോ. ഈ കഴിഞ്ഞ പ്രാവശ്യം പെയ്ത മഴയാണ് ഇത്രയും വെള്ളം കയറാനായിട്ട് കാരണം. നമ്മൾ ഇടുക്കിയിലേക്ക് നല്ല മഴയായിരുന്നു. നമ്മൾ വലയിൽ അഴിച്ചു വെക്കുക കേട്ടോ. അവിടെ നിന്ന് മീനൊന്നും പിടിക്കുന്നില്ല, ചെളിയായി പോയി വലയെല്ലാം. അപ്പോൾ നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുക വലയൊക്കെ. നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും വലിയ വല ഇതാണ് കേട്ടോ. ഇത് കട്ട്ള വലയാണ്. ഏകദേശം ഒരു 20-25 വിരൽ ഉണ്ടാകും കേട്ടോ. ഒരു കൈ തന്നെ കയറിയിട്ട് കണ്ടോ, ബാക്കി ഗ്യാപ്പ് കിടക്കുന്നുണ്ട് ഇതുവരെ. നമുക്ക് ഈ വർഷം ഇതിനകത്ത് മീനൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു 14 കട്ട്ള കിട്ടിയായിരുന്നു. അത് പക്ഷേ ഈ വലക്കല്ല കേട്ടോ, ഇതിലും ചെറിയ വലയ്ക്കാണ് പിടിച്ചത്. ഇപ്പോൾ ഇന്ന് വലയൊക്കെ ഒന്ന് അഴിച്ച് കഴുകി കെട്ടാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ എപ്പോഴല്ലേ സമയം കിട്ടുമ്പോൾ ഉണ്ട് അങ്ങ് നീളത്ത് കെട്ടിക്കുന്ന വലയാണ്. ഈ വലയുടെ കണ്ണിൽ കൂടെ നമ്മുടെ ഒരു തല സുഖമായിട്ട് കയറിപ്പോകും കേട്ടോ. അത്രയും വലിയ കണ്ണിയാണ് അതിൻ്റെ. അപ്പോൾ അതിനകത്ത് പിടിക്കുന്ന മീനും അത്രയും വലുതായിരിക്കും. ഏകദേശം ഒരു 15 കിലോയ്ക്കുള്ള മുകളിലേക്കുള്ള മീനുകൾ കേട്ടോ ഇതിനകത്ത് പിടിക്കത്തുള്ളൂ. കട്ട്ളയ്ക്ക് വലിയ കട്ട്ലുണ്ട്. ഇവിടെ 40 കിലോ വരെയുള്ള കട്ട്ള കിട്ടിയിട്ടുണ്ടോ, നമുക്കല്ല വേറെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കട്ട്ളയൊക്കെ മുകളിലൂടെ സഞ്ചരിക്കുന്ന മീനായതുകൊണ്ട് നമ്മൾ കുപ്പി ഇങ്ങനെ പൊങ്ങായിട്ടാണ് കേട്ടോ വല കിട്ടുന്നത്. വല വെള്ളത്തിൻ്റെ ലെവലിൽ തന്നെ നിൽക്കണം. ഈ വലയ്ക്ക് നമുക്ക് മീനുണ്ടോന്ന് അറിയത്തില്ല കേട്ടോ. അഴിച്ചു വരുമ്പോൾ നോക്കാം നമുക്ക്. അപ്പം വലയൊക്കെ കഴിച്ചിട്ട് പപ്പ അത് കഴുകിയെടുക്കും കേട്ടോ. അതുകൊണ്ട് എന്ത് പെട്ടെന്ന് വെള്ളം കയറുന്നുണ്ടോ. ഇതെങ്ങനെയൊക്കെ പറഞ്ഞാലും വെള്ളം കയറാതിരിക്കുന്നുണ്ട്. ഈ ലെവലെത്തിട്ട വെള്ളം ഇറങ്ങത്തുള്ളൂ കേട്ടോ. അതാണ് ഇത്ര ലൈറ്റായിട്ടാണെങ്കിലും മഴ ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഈ അടുത്ത ആഴ്ച കൊണ്ട് മൂലോറ്റം പവർ ബോസ് അടയ്ക്കാമെന്ന് പറയുന്നിട്ട്. അപ്പോൾ ഇനിയും വെള്ളം കയറാനാണ് സാധ്യത വരുന്നത് കേട്ടോ. അപ്പോൾ മലയഴിച്ച് വെച്ചാൽ നമ്മൾ ചൂണ്ടയിട്ട് മറ്റു രീതിയിലൊക്കെ മീൻ പിടിക്കാം. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ ഫിഷിംഗ് വീഡിയോസൊക്കെ ഇട്ട് പിന്നെയും കാണാം.